ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർറഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. Our Father in heaven, hallowed be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive us sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om Yonda Pravishya Mama Vajamimam Prasuttam സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാം സഹസ്രചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വളരെ സന്തോഷം നൽകുന്നതും ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യവുമായ ഒരു സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം ലോകം പലവിധങ്ങളായ അശാന്തിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. മതം സമാധാനമാകുമ്പോൾ ഇന്ന് അതേ മതങ്ങൾ തന്നെ അസമാധാനമുണ്ടാക്കുന്നൊരു കാലഘട്ടം. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട സകല മേഖലകളും ഡിസ്ഫങ്ഷനിലായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഫങ്ഷനിങ് ആണ്. അതിനിയും ഫങ്ഷനായിക്കൊണ്ട് തന്നെ തുടരും. അത് രാഷ്ട്രീയമാകട്ടെ, മതമാകട്ടെ, ആധ്യാത്മിക സംഘടനകളാകട്ടെ, കുടുംബജീവിതമൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റിയുണ്ട്. നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറ് ക്വാളിറ്റി പോരാന്നുള്ളതാണ്. എന്നാൽ ക്വാളിറ്റി ഉണ്ട്. പുതിയ പള്ളികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എത്ര ക്വാളിറ്റിയിലാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. പുതിയ ക്ഷേത്രങ്ങളെ ഒന്ന് നോക്കൂ. എത്ര ക്വാളിറ്റിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആശ്രമങ്ങൾ പണിയുന്നത് ശ്രദ്ധിക്കൂ. നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ക്വാളിറ്റി ഇല്ല എന്നല്ല പറയേണ്ടത്. ആളുകളെ ഒന്ന് ശ്രദ്ധിക്കൂ. പണ്ടുണ്ടായിരുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ടാണല്ലോ പള്ളിയും അമ്പലവും ഒക്കെ വലുതാക്കേണ്ടി വരുന്നത്. ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. കല്യാണവും എണ്ണം കൂടുന്നുണ്ട്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെയൊക്കെ സമസ്ത മേഖലകളിലും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഫങ്ഷനാലിറ്റി എന്ന ഒരു വാക്കാണ്. ഞാൻ ചില വേദികളിലൊക്കെ പറയാറുണ്ട്, അതിൻ്റെ മലയാളം എന്താണെന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. പല വേദികളിലും പല ഭാഷാ വിദ്വാൻമാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, മലയാളത്തിൽ അതിന് തത്തുല്യമായ പദമുണ്ടോ. സക്രിയത എന്നൊരു വാക്കൊക്കെ ചിലവർ പറഞ്ഞെങ്കിലും അതെത്രത്തോളം നമുക്ക് പരിചിതമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തൽക്കാലം ഫങ്ഷനാലിറ്റി എന്ന് തന്നെ ഞാൻ പറയാം. കുടുംബജീവിതം ഫങ്ഷനിങ് ആണ്. അതുകൊണ്ടാണല്ലോ ഓരോ വർഷം കഴിയും തോറും പുതിയ പുതിയ മക്കൾ അവിടെ പിറന്നു വീഴുന്നത്. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ക്രിയാത്മകമൊക്കെയാണ്, പക്ഷെ അവർ സക്രിയരാണ്. നല്ലൊരു ഭാര്യയാണോ, നല്ലൊരു ഭർത്താവാണോ, നല്ല അച്ഛനാകാൻ കഴിയുന്നുണ്ടോ, നല്ല അമ്മയാകാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ബാക്കിയാണ്. നല്ലൊരു മതപുരോഹിതനാകാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും പല മതങ്ങളിലും പുരോഹിതന്മാരാകാൻ ചേരുന്നവരുടെ എണ്ണം കുറയുകയാണ്. ക്രിസ്തു മതത്തിലാകട്ടെ, ഹിന്ദു മതത്തിലാകട്ടെ, ഇസ്ലാം മതത്തിലാകട്ടെ, പണ്ടൊക്കെ പൗരോഹിത വൃത്തിക്ക് ഏറ്റെടുക്കുന്നവർ വളരെ പവിത്രമായി അതിന് എണ്ണം നല്ലോണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ജനസംഖ്യയുടെ അനുസരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ എണ്ണം കുറവാണ്. ഇനി അഥവാ ചേരാൻ വരുന്നവർ തന്നെ ഈ പറഞ്ഞ ഫങ്ഷനാലിറ്റി കുറഞ്ഞവരും പിന്നീടുള്ള തൻ്റെ പൗരോഹിത്യ സന്യാസ ജീവിതങ്ങളിലൊക്കെ ഫങ്ഷനാലിറ്റി കുറഞ്ഞും കാണുന്നവരാണ്. കുടുംബജീവിതം മാത്രമല്ല, സന്യാസ ജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ കാണുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് എന്താണ്
ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനനുസൃതമായി ചിന്തിക്കേണ്ടത്. മതങ്ങളുടെ ഒരു സിലബസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നു അവനവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന വിഭാഗത്തിൻ്റെ, ഒരു മതത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, ആ വിഭാഗത്തിൻ്റെ തന്നെ വക്താക്കളായി നിൽക്കുമ്പോൾ തന്നെ ആ ഐഡൻറ്റിറ്റിയിൽ, ആ യുണീക്നെസ്സിൽ, അതിൻ്റെ വ്യതിരിക്തതയിൽ നിൽക്കുമ്പോൾ തന്നെ ശുഭാനന്ദ ആദർശങ്ങൾക്കും ശുഭാനന്ദ സമ്പ്രദായങ്ങൾക്കും വളരെ വലിയ വ്യത്യാസമുള്ള വ്യതിരിക്തതയുണ്ട്, യുണീക്നെസ് ഉണ്ട്. ഹൈന്ദവ ആധ്യാത്മിക ചരിത്രത്തിൽ ശുഭാനന്ദ ആദർശങ്ങൾക്ക് നിസ്തുല്യമായ വ്യത്യാസങ്ങൾ, മറ്റ് സമ്പ്രദായങ്ങളിലൊന്നുമില്ലാത്ത ഒരുപാട് വ്യത്യാസം. അതിനെക്കുറിച്ചൊക്കെ വേദാന്ത സ്വാമി, ബഹുമാനപ്പെട്ട വേദാന്ത സ്വാമി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 140 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പേ അവതരിച്ച, അന്നത്തെ ഉച്ചനീചത്വ പ്രകാരം വളരെ താഴ്ന്ന ഒരു ജാതിയിൽ ജനിച്ചു എന്ന് നമ്മൾ ആരോപിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മം അവിടെയായി പോയി എന്നുള്ളത് കൊണ്ട് മോശമായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇത്രയും ഉന്നതമായ ആത്മീയ ആദർശങ്ങൾ പറയാൻ കഴിയുന്ന ശുഭാനന്ദാശ്രമത്തിൻ്റെ വ്യതിരിക്തത വളരെ വലുതാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇത്തരം സമ്മേളനങ്ങളിലൊക്കെ കൂടുതൽ സംസാരിക്കേണ്ടതും കൂടുതൽ മനസ്സിലാക്കേണ്ടതും. ആ മാർഗം സ്വീകരിച്ചവർ അതാണ് പുലർത്തി കാണിച്ചു കൊടുക്കേണ്ടത്. ഞാനിന്ന് പറയാൻ പോകുന്ന ഈ വിഷയം, മതങ്ങൾക്കൊരു സിലബസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സിലബസ് മനസ്സിലാക്കുക? നമുക്ക് എപ്പോഴൊക്കെയാണ് ഒന്നിച്ചിരിക്കാനും ഇതുപോലെ ഏതെങ്കിലും മതസൗഹാർദ്ദ വേദിയിൽ മാത്രം അച്ഛനും സ്വാമിയും മൗലവിയും ഒക്കെ ഒന്നിച്ചിരുന്നാൽ മതിയോ? നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഈ 5 കാര്യങ്ങളാണ് ഒരു മതത്തിൻ്റെ സിലബസിൽ ഉണ്ടാവേണ്ടത്. ഞാനൊരു പുതിയ കോഴ്സ് തുടങ്ങുകയാണെങ്കിൽ ഞാനൊരു സിലബസ് ഉണ്ടാക്കട്ടെ. ഇപ്പോൾ MBA എന്ന് പറഞ്ഞൊരു സിലബസ്, അല്ലെങ്കിൽ BBA എന്ന് പറഞ്ഞൊരു സിലബസ് പണ്ട് ലോകത്തിലില്ലായിരുന്നു. ഒരു 25-30 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം മുമ്പ് MBA BBA എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ബിസിനസ് മാനേജ്മെൻറ്റും ഒക്കെ ബിസിനസ് വളർന്നതിന് ശേഷം ഉണ്ടായ പുതിയ സിലബസുകളാണ്. ഇന്ന് കുട്ടികൾ 24 ലക്ഷം കൊടുത്തൊക്കെയാണ് ഇത് പഠിക്കുന്നത്. എൻ്റെ കൂടെ വന്ന മോൻ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെന്നൈ വഴി പോയപ്പോൾ ഒരു കോളേജ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു കസിൻ, എൻ്റെ ഒരു പെങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ഇവിടുത്തെ ഫീസ് 2 വർഷത്തേക്ക് 24 ലക്ഷം രൂപ. ഏത് പുതിയൊരു സിലബസ്! ഒരു 50 വർഷം മുമ്പ് അത് പഠിക്കണോ, എന്താണ് ഇതിൻ്റെ സിലബസ് എന്ന് പോലും അറിയാത്തൊരു സിലബസ്. എന്ന് പറയുന്നത് പോലെ നമുക്കും മതങ്ങളുടെ സിലബസ് ഒന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമുക്ക് ഈ 5 കാര്യങ്ങളിൽ യോജിക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, എല്ലാ മതങ്ങളും ആദ്യമായി ചർച്ച ചെയ്യേണ്ടത് തന്നേക്കാൾ ഉപരിയുള്ള ഒരു ശക്തിയെക്കുറിച്ചാണ്. ആ ശക്തിയെ നമ്മൾ ദൈവമെന്നോ ഈശ്വരനെന്നോ മറ്റു ഭാഷകളിൽ ഏതെങ്കിലും ദൈവത്തിൻ്റെ ഒരു ആദർശം അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അൽ ഇലാഹ് എന്ന ഒരു ആട്രിബ്യൂഷനാണ് അള്ളാഹ് എന്ന ഈശ്വരനാമമായി അറബിയിൽ മാറുന്നത്. ആരാധിക്കപ്പെടേണ്ടവൻ ആരോ അവൻ, തത്പുരുഷ സമാസമാണ് അല്ലേ? പീതാംബരൻ എന്ന് പറഞ്ഞാൽ പീതമായ പട്ടുടുത്തവൻ ആരോ അവൻ, തത് പുരുഷൻ, ആ പുരുഷനെയാണ്. അല്ലാണ്ട് അള്ളാഹ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു പേരല്ല. ദൈവം എന്ന് പറയുന്ന, അള്ളാഹ് എന്ന് പറയുന്നൊരു മൂർത്തിയല്ല. അതേപോലെ തന്നെ യാഹ്വേ എന്ന വാക്ക് ശക്തിയുടെയും, അല്ലെങ്കിൽ ഏറ്റവും ശക്തമായവനാര്, ആ ശക്തമായതിനെ ആരാധിക്കാൻ വേണ്ടി എടുത്ത ഹീബ്രു പദമാണ് യഹോവ എന്ന വാക്കൊക്കെ അതിൽ നിന്ന് വരുന്നതാണ്. സുറിയാനി ഭാഷയിലേക്കും മറ്റും വരുമ്പോൾ എലോഹിം, അവിടെയും അൽ ഇലാഹ് എന്ന വാക്ക് തന്നെയാണ്. ഏതാണ്? ആരാധിക്കപ്പെടേണ്ടവൻ ആരോ അവൻ. ദൈവത്തിനൊരു പേരൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന ആശയം ആരാധിക്കപ്പെടേണ്ടവനെ, സർവശക്തനെ, നമുക്കൊക്കെ സ്രോതസ്സായിരിക്കുന്നവനെ, ആ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പം അത് എത്ര എണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഒരു മതങ്ങളും പലദൈവ വിശ്വാസം പറയുന്നില്ല. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാശയമാണ്
ഹൈന്ദവ മതങ്ങളിലും അല്ലെങ്കിൽ തത്തുല്യമായ മതങ്ങളിലൊക്കെ ബഹുദൈവ ആരാധനയുണ്ട്. ഒരിക്കലുമില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും അതിന് പ്രമാണമില്ല. ആരൊക്കെയോ നമ്മൾ അങ്ങനെയാണെന്ന് പറഞ്ഞു, നമ്മളത് കേട്ടങ്ങ് പോകുന്നു, അത്രയും. ലോകത്തിൽ ആദ്യമായി ഏകം സത്തത് വിപ്രാഹ ബഹുധാ വദന്തി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് എഴുതി വെച്ചൊരു മതമാണ് ഋഗ്വേദം. ഏകമായ സത്ത്, ദ എസൻസ് ഹാസ് ടു ബി വൺ ആണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. ഏകമായ സത്ത്, സത്ത് ഒന്നായിരിക്കണം, ദ എസൻസ് ഒന്നായിരിക്കണം എന്ന് പറയുന്നൊരു മതം. അല്ലാതെ പലതുണ്ടാവാൻ പറ്റില്ല. വളരെ കോമൺ സെൻസും അതിത് മനസ്സിലാക്കാം. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു പിതാവേ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. മാതാവ് ഒരു വളരെ വലിയ വ്യഭിചാരി ആണെങ്കിൽ പോലും, അനേക പുരുഷന്മാരോടുകൂടി ശയിച്ചവളാണെങ്കിൽ പോലും, കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാളുടെ ഉത്തരവാദിത്തമായി. ഒരാളിൽ നിന്നേ ഗർഭധാരണ നടത്താൻ കഴിയും. അതാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രപഞ്ചങ്ങളുടെ മുഴുവൻ പിതാവാണെങ്കിൽ അത് ഏകമായി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. അതാണ് ഇസ്ലാമിലേക്ക് വരുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് 112-ാമത്തെ അധ്യായത്തിൽ അവർ കൃത്യമായി അവരുടെ ദൈവസങ്കല്പം പറഞ്ഞു വെക്കുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹ്, നീ പറയുന്ന, നീ ആരാധിക്കേണ്ടുന്ന ദൈവം അഹദാണ്, ഒന്നാണ്. ഇത് തന്നെയാണ് നിഖ്യാ സുനഹദോസിൻ്റെ ഭാഗമായി ലോകത്തിലെ സർവ എപ്പിസ്കോപ്പൽ സഭകളുടെയും അടിസ്ഥാനമായി അവർ ചൊല്ലുന്ന നിഖ്യാ വിശ്വാസ പ്രമാണം. സർവശക്തനും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. ഞങ്ങൾക്ക് 3 ദൈവമുണ്ടെന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികളെക്കുറിച്ച് നമ്മളൊക്കെ വേറെ തെറ്റിദ്ധാരണ കേൾക്കാറുണ്ട്. ഹിന്ദുമതം ബഹുദൈവ ആരാധകരാണെങ്കിൽ ക്രിസ്തു മതം 3 ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്, തൃത്വവാദികളാണ്. തൃത്വം എന്നതിൻ്റെ അർത്ഥം അതൊന്നുമല്ല, ഏകദൈവം തന്നെയാണ് അവർ. അപ്പം ഏത് മതമാണ് ഏകദൈവം പറയാത്തത്? ഏകം സത്തത് വിപ്രാ ബഹുധാ വദന്തി എന്ന് പറഞ്ഞ ഹിന്ദുമതമോ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ ഇസ്ലാം മതമോ, സർവശക്തനും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്തു മതമോ, അജം നിർവികൽപ്പം നിരാകാരമേകം നിരാനന്ദമാനന്ദം അദ്വൈതപൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമ എന്ന് പറയുന്ന ശ്ലോകത്തിലും ഈ പറയുന്ന സൂറത്തുൽ ഇഖ്ലാസിൻ്റെ എല്ലാ കാര്യങ്ങളും അജം, ജനിച്ചവനല്ല, ജനിപ്പിച്ചിട്ടുമില്ല. അതാണ് ലം യലിദ് വലം യൂലദ്. പറയാൻ ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ട് ഞാനത് കമ്പയർ ചെയ്ത് പറയുന്നില്ല. ഏതായാലും എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാനം ദൈവവിശ്വാസം ഏകമായ തൗഫീക്കിലാണ്, ഏകമായ ഇഖ്ലാസിലേക്കാണ്, ഏകമായ ദൈവതത്വത്തിലേക്കാണ് എല്ലാ മതങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നിങ്ങൾ പറയൂ, ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ വിഭജിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഏത് മതത്തിൻ്റെ വേദിയിൽ വിളിച്ചാലും ഞാൻ പോകാറുണ്ട്. കാരണം എന്താ? അവരുടെയൊക്കെ ഉള്ളിൽ, അല്ലെങ്കിൽ അവരുടെയൊക്കെ സംഹിതയുടെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ 10 ദൈവങ്ങളെക്കുറിച്ചൊന്നും ചർച്ചയില്ല. അറബിയിലൊരു ദൈവം ഉണ്ടായി, യഹൂദിയിലൊരു ദൈവം ഉണ്ടായി, മുൾപ്പടർപ്പിൽ മോശയുടെ മുമ്പിൽ ഒരു ദൈവം ഉണ്ടായി, അബ്രഹാമിൻ്റെ മുമ്പിൽ വേറൊരു ദൈവം ഉണ്ടായി, അബ്രഹാമിൻ്റെ വീട്ടിലോട്ട് വേറെ ദൈവം വന്നു, യേശു വന്നപ്പോൾ അത് വേറെ ദൈവമായി, കൃഷ്ണൻ പറഞ്ഞപ്പോൾ അത് വേറെ ദൈവമായി. ഇല്ല, ഈ തത്വത്തെ സാംശീകരിച്ച ഒരു വലിയ മഹാത്മാവായിരുന്നു ശുഭാനന്ദ ഗുരുദേവൻ. കാരണം അദ്ദേഹവും ഈ മതങ്ങളുടെ വൈജാത്യത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിൽ പല മത ആരാധനകളിലൂടെയും സമ്പ്രദായത്തിലൂടെയും കയറി ഇറങ്ങി മനസ്സിലാക്കിയ മഹാത്മാവായിരുന്നു. അത്തരം ഒരു മഹാത്മാവ് വേറെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ വിഷയത്തിൽ നമുക്ക് യോജിക്കാമെന്ന് വിചാരിക്കും. രണ്ടാമത്തെ വിഷയം എന്താണ്? ദൈവം കഴിഞ്ഞാൽ മതത്തിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തേണ്ട രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്ന സിലബസ് നമ്പർ 2 എന്ന് പറയുന്നത് ആ സമ്പ്രദായം തുടങ്ങിയ പരമഗുരു ഉണ്ടാവണം. ആരാണോ അത് ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത്. ഉദാഹരണം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദൈവമാണെന്ന് കരുത്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആദം നബിയുടെ കാലം മുതൽ, അല്ലെങ്കിൽ കുരങ്ങ് മനുഷ്യനായി തുടങ്ങിയെന്ന് ശാസ്ത്രം പറയുന്ന കാലത്തും കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അന്നൊക്കെ എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക.
ഏതോ ബാഹുബലി സിനിമയിൽ അങ്ങനെയൊക്കെയുള്ള ഗോത്രവർഗക്കാരെയൊക്കെ അവതരിപ്പിക്കുന്നതാണ്. ക്ഷാന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ദേവർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്. പക്ഷെ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലോളം ആ കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകൾ വർദ്ധിച്ചു. ഇതിനൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇതിനെ നവീകരിച്ച് ഇതിനൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന പ്രവാചകരുണ്ടായിരുന്നു, ഇതിൻ്റെ ഗുരുക്കന്മാരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നപ്പോൾ ആലോചിക്കുക, എത്ര ലൈറ്റാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇത് കണ്ടുപിടിച്ച മൈക്കൽ ഫാരഡെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോധം കിട്ടുപോകും. ഇതൊക്കെ എന്താണെന്ന് അയാൾ പേടിക്കും. കാരണം അയാളാണ് ബൾബ് കണ്ടുപിടിച്ചത്. പക്ഷെ അയാൾ കണ്ടുപിടിച്ച ബൾബ് ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ഒരു ചെറിയൊരു ഫിലമെൻറ്റുമായിട്ട് ഇങ്ങനെ എവിടെയോ തൂങ്ങിക്കിടക്കും. അതിൽ നിന്ന് എത്രത്തോളം മാറി കാലാകാലഘട്ടങ്ങളിൽ അതിൽ പുതിയ പുതിയ സമ്പ്രദായങ്ങളും പുതിയ പുതിയ അഡീഷൻസും വരുന്നു എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ദൈവമാണെങ്കിൽ ആ ദൈവത്തെ ലോകത്തിലേക്ക് അവതരിപ്പിക്കാൻ വിവിധ ഡിവൈസുകളെ, ഉപകരണങ്ങളെ കണ്ടുപിടിച്ചവരാണ്. അത് അവതരിപ്പിച്ചതാണ് ഗുരുക്കന്മാരെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അറബിയിലേക്ക് വേണ്ടുന്ന ഉപകരണം കണ്ടുപിടിച്ചു കൊടുത്തത് അവിടുത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ. അത് ആ ഉപകരണ സംവിധാനം, ആ പാരമ്പര്യം അവിടെ സംജാതമാക്കപ്പെട്ടു. യഹൂദരുടെ 400-500 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചാൽ തീരാവുന്നതേയുള്ളൂ മതഭേദങ്ങളെക്കുറിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ്. പഞ്ചാബിൻ്റെ ചില പ്രത്യേകത നിലനിർത്തുന്ന സമയത്ത് പഞ്ചാബിലുണ്ടായിരുന്നത്, പഞ്ചാബിലെ ചില സാമൂഹിക സാംസ്കാരിക പൊളിറ്റിക്കൽ സാമ്രാജ്യങ്ങളുടെ ചില പ്രശ്നങ്ങൾ വന്ന സമയത്താണ് അവിടെ ഒരു പുതിയ മതമുണ്ടാകുന്നത്, സിഖ് മതം. സിഖ് അല്ലെങ്കിൽ ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ സമ്പ്രദായം ഉണ്ടാകുന്നത് അവിടെയാണ്. അതൊരു ആവശ്യത്തിൻ്റെ ഒരു അവതരണമായിരുന്നു. ഇത് പറയുന്നത് പോലെ മനസ്സിലാക്കിയാൽ നമുക്കിതെല്ലാം സമ്പ്രദായങ്ങളാണെന്ന് മനസ്സിലാവും. പക്ഷെ എവിടെയാണ് മതങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ മതവും ഇൻഷുറൻസ് കമ്പനിയായി സ്ഥാപനവൽക്കരിക്കപ്പെടുന്നു. ഓരോ ഇൻഷുറൻസ് കമ്പനിയും ആളെ ചേർക്കാൻ വേണ്ടി ഓടി നടക്കും. ചേർന്നവരെ തന്നെ അത് വെട്ടിച്ച് ഇങ്ങോട്ട് മാറ്റും. ഇവിടുന്ന് ഇത് അറിയുമ്പോൾ തിരിച്ച് അവരങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകും, ഓഫർ കൊടുക്കും. പുതിയ ഓഫർ കിട്ടുമ്പോൾ അങ്ങോട്ട് മാറും. ഇൻഷുറൻസ് കമ്പനികളായി മാറുന്ന മതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഔദ്യോഗികമായ ഒരു കത്തോലിക്ക സഭയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഒരു ഹിന്ദു മതത്തിലെ ഒരു സംഘടനയായിട്ടും എനിക്ക് ബന്ധമില്ല. അതേപോലെ തന്നെ ഇസ്ലാമിലെ ഒരു സംഘടനയുമായിട്ട് എനിക്ക് ബന്ധമില്ല. അത് AP ആകട്ടെ, EK ആകട്ടെ, മുജാഹിദ് ആകട്ടെ, ജമാഅത്താകട്ടെ, ജിന്നുള്ള മുജാഹിദാകട്ടെ, ജിന്നില്ലാത്ത മുജാഹിദാകട്ടെ, തബ്ലീഗാകട്ടെ, ഇവരൊന്നുമായിട്ട് എനിക്ക് ഔദ്യോഗിക ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ അവർ ഇൻഷുറൻസ് കമ്പനികളാണെന്ന് മനസ്സിലാക്കി അവർക്ക് പ്രവർത്തിക്കാനും ഇവിടെ അവസരമുള്ളത് കൊണ്ട് അവർ പ്രവർത്തിക്കട്ടെ. അവരിലെ ഉള്ളിലെ ഗുരുതത്വങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ഞാൻ യേശുവിനെ ഫോളോ ചെയ്യാൻ ഞാനൊരു കത്തോലിക്കനോ സീറോ മലബാറുകാരനോ സീറോ മലങ്കരക്കാരനോ യത്തീംകാരനോ യാക്കോബക്കാരനോ ആകണമെന്നില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ 100% അനുയായിയാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഇൻഷുറൻസ് കമ്പനിയിലൊന്നും ഇൻഷുറൻസ് എടുത്തിട്ടില്ല. ഞാൻ റസൂലുള്ളാഹിയുടെ 100% ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോളോവറാണെന്ന് എനിക്ക് മറ്റാരേക്കാൾ നെഞ്ചു തൊട്ട് പറയാൻ കഴിയും. കാരണം നേരത്തെ പറഞ്ഞ ഒരു വറ്റുപോലും കളയാതെ ആശ്രമത്തിൽ ഞങ്ങൾ 10-15 വർഷമായി ഒരു വറ്റ് പോലും കളയുന്നില്ല എന്നുള്ളത് അവകാശവാദമല്ല. കാരണം ഒരു വറ്റ് കളയാൻ സമ്മതിക്കില്ല. അപ്പോൾ പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിന്നുന്ന പോലെ അവർക്ക് തിന്നാൻ കഴിഞ്ഞില്ലെങ്കിലോ, അതാണ് നേരത്തെ സ്വാമി പറഞ്ഞത്. അവർ കഴിച്ചതിൻ്റെ ബാക്കി 10 വറ്റാണെങ്കിൽ ഞാൻ തിന്നും, 10 പിടിയാണെങ്കിൽ ഞാൻ തിന്നും, ഒരു വറ്റ് കളയില്ല. ഈ തത്വം ഞാൻ പഠിച്ചത് മുഹമ്മദ് നബിയുടെ കഥയിൽ നിന്നാണ്. മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സത്യമൊന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കേട്ട ഇതിനെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുഹമ്മദ് നബിയുടെ അനുയായിയാണ്. ഈ പറയുന്ന പോലെ ജാതി ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞൊരു ഗുരുദേവൻ നമുക്കുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ അനുയായിയാണ് ഞാൻ. പക്ഷെ എനിക്ക് SNDPയിലോ ശ്രീ ഗുരുധർമ്മ പ്രചരണ സഭയിലോ ശിവഗിരിയിലോ അതിൻ്റെ ഒന്നിൻ്റെയും ഔദ്യോഗിക മെമ്പർഷിപ്പ് ആവശ്യമില്ല, ഞാൻ എടുത്തിട്ടുമില്ല.
പക്ഷെ ഗുരുദേവൻ്റെ ഫോളോവറാണ്. കാരണം ചിന്തയിൽ പോലും ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ടിരിക്കാൻ ഞങ്ങളൊക്കെ പ്രവർത്തിക്കും. ഞങ്ങളുടെ കൂടെയൊക്കെ ഒരുപാട് മക്കളുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി കഴിഞ്ഞ ഈ മാസം 3-ാം തീയതി പ്രസവിച്ചു. ആ കുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്തത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മോനാണ്. ആ മോന് ഒരു ഭാര്യയെ അന്വേഷിച്ചു കണ്ടുപിടിച്ച് കല്യാണം നടത്തി ഈ നിമിഷം വരെ ഒരു കുട്ടിയായി. ഈ നിമിഷം വരെ ആ മോൾ ഏത് ജാതിയാണെന്ന് ഞങ്ങൾ ആരും അന്വേഷിച്ചിട്ടില്ല, ഞങ്ങളുടെ ആരുടെ തലയിലുമില്ല. എന്തേ അങ്ങനെ പറ്റൂലേ? ഹിന്ദുക്കളായ ജാതി പറഞ്ഞോളെന്ന് എവിടെയാണ് നിർബന്ധം? അവർ സുഖമായി ജീവിക്കും. 2 പേരും ആർക്കിടെക്ട്സാണ്, 2 പേരും ദുബായിൽ ജോലി ചെയ്യുന്നു. പ്രസവവും കഴിഞ്ഞു. ഒരു ജാതി എഴുതിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. നടത്തിക്കൊടുത്ത ആചാര്യനും അറിയില്ല അവരുടെ ജാതി എന്താണെന്ന്. 2 പേരുടെ. മറ്റവൻ്റെ പിന്നെ എപ്പോഴൊക്കെയോ അതിങ്ങനെ അറിയാതെ കേട്ടുപോയിട്ടുണ്ട്. മോളെ ജാതി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ആ ജാതിബോധ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതിരിക്കാനാണ് ഗുരുദേവൻ പറഞ്ഞത്. അത് ഞാൻ എത്രത്തോളം നിലനിർത്തുന്നു, ഐ എം എ ഫോളോവർ ഓഫ് ശ്രീനാരായണ ഗുരു. ഇങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് ഔദ്യോഗികമായ ഇൻഷുറൻസ് സംവിധാനത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ക്രിസ്ത്യാനിയാകൂ, മുസ്ലിമാകൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൻ്റെ ആളാകൂ എന്ന് പറയുകയല്ല വേണ്ടത്. അതിന് പുറത്തും സംവിധാനങ്ങളുണ്ട്. എന്നാൽ ആ സംവിധാനങ്ങൾ മോശമാണോ? അല്ല, ഒരിക്കലും അല്ല. ഇപ്പോൾ അച്ഛൻ്റെ ഇടവകയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അച്ഛന് ഉത്തരവാദിത്വമുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കാനും ആ ശവസംസ്കാര ചടങ്ങുകൾ ചെയ്തു കൊടുക്കാൻ. ശുഭാനന്ദാശ്രമത്തിൽ ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു സന്യാസി ശുഭാനന്ദ സമ്പ്രദായത്തിലെ. എൻ്റെ വിചാരം എല്ലാ സ്വാമിമാരും ഇങ്ങനെയൊക്കെ മരണത്തിന് വരുന്നതാണ്. പിന്നീടാണ് മനസ്സിലായത് ഈ ഒരു സമ്പ്രദായം ഒഴിച്ച് വേറൊരു സമ്പ്രദായത്തിലും സ്വാമിമാർ വന്ന് നടക്കാൻ വരില്ല, ഒരു പാട്ടും പ്രാർത്ഥനയില്ല എന്നുള്ളത്. ഉത്തരവാദിത്തമുള്ളൊരു സമ്പ്രദായം. അതേപോലെ തന്നെ മൗലവിയുടെ മഹൽ ആരെങ്കിലും ഇതായിക്കഴിഞ്ഞാൽ അദ്ദേഹം പാട്ടും പാടി ഇതിലെങ്കിലും പോവില്ല. അദ്ദേഹം അവിടെ നിന്ന് ആ ജനാസ അത് വേണ്ടുന്ന രീതിയിൽ അതിൻ്റെ പരിക്രമം ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ മതങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഇൻഷുറൻസ് പോലെയും പ്രവർത്തിക്കുന്നത്. അതൊരു ഇൻഷുറൻസാണ്. യുവർ അഷ്വേർഡ്. ഈ ഒരു ദേഹം ഈ ഇടവകയിൽ എത്ര മോശമായി നടന്നാലും മരിച്ചു കഴിഞ്ഞാൽ അവനെ ആദരിച്ചുകൊണ്ട് മറ്റെല്ലാവർക്കും കൊടുക്കുന്ന എല്ലാ സംവിധാനങ്ങളും കൊടുക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ട നാളാണ് ഒരു പള്ളിയിലച്ഛൻ, അല്ലെങ്കിൽ ഒരു മൗലവി, അല്ലെങ്കിൽ ശുഭാനന്ദാശ്രമത്തിലെ അമ്പോറ്റിമാർ, അല്ലെങ്കിൽ അവിടുത്തെ സന്യാസിമാർ. ഇതൊരു അഷുറൻസാണ്. ആ അഷുറൻസ് ഉണ്ടാവണം. അതിന് ഞാൻ ഒരിക്കലും എതിര് പറയും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സ് വ്യാപിക്കണം. ഇത് മാത്രമല്ല, ഈ ഇൻഷുറൻസ് ഇവിടെയും കിട്ടുന്നു, ഇവിടെയും കിട്ടുന്നു, അവിടെയും കിട്ടുന്നു. ഈ ഇൻഷുറൻസ് പരലോകത്തിലും ചിലപ്പോൾ വരുന്നുണ്ട്. ഇൻഷുറൻസ് ഉണ്ട്. യേശുവിൻ്റെ വലതുഭാഗത്തിരിക്കാനും റസൂലുള്ളാഹിയുടെ കൂടെ സ്വർഗത്തിലിരിക്കാനും ഒക്കെ ഇൻഷുറൻസ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ഇതൊന്നും എനിക്ക് വേണ്ടാന്നേ ഞാൻ പറഞ്ഞോളൂ. ഇഹലോകത്തിലെ ഇൻഷുറൻസും വേണ്ട, പരലോകത്തിലെ ഇൻഷുറൻസും വേണ്ട. കാരണം ഓൾറെഡി എവിടെ അടക്കണമെന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എൻ്റെ പിള്ളേരത് കൃത്യമായി ചെയ്തോളൂ. കുറച്ച് സ്ഥലമുണ്ട്. അതുകൊണ്ട് വേറെ ആര് വന്നില്ലെങ്കിലും എൻ്റെ പിള്ളേരെടുത്ത് വെച്ചോളൂ. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു മതത്തിൻ്റെ ഇൻഷുറൻസ് എനിക്ക് ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇൻഷുറൻസിനും അപ്പുറമുള്ള നമ്മുടെയൊക്കെ സമ്പ്രദായങ്ങൾ. ഗുരു ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൻ്റെ ഉള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന ആളല്ല. ഗുരു ലോകത്തിലെ ഏത് മനുഷ്യനിലൂടെയും പ്രവർത്തിക്കുന്നു. നമ്മുടെയൊക്കെ ഗുരുക്കന്മാർ. യേശു വ്യക്തിയുമാണ്, അതേപോലെ തന്നെ ശക്തിയുമാണ്. റസൂലുള്ളാഹി ഒരു വ്യക്തിയായിരുന്നു. ആമിന ബീബി മക്കയിൽ പ്രസവിച്ച ഒരു വ്യക്തിയുമായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് എന്ന കാലം മുതലേ ഉള്ളൊരു ശക്തിയുമാണ്. വിശ്വാസ പ്രമാണം പറയുന്നത് അങ്ങനെയാണല്ലോ. സർവശക്തനും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഈ പുത്രനെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഈ പുത്രൻ യുഗങ്ങൾക്കെല്ലാം മുമ്പ് സൃഷ്ടിയുടെ ആദിജാതം സൃഷ്ടിക്ക് കാരണവും സൃഷ്ടിയുടെ. ഇത് തന്നെയാണ് എല്ലാ ഗുരുക്കന്മാരെ കുറിച്ചും. ആദിയിൽ അള്ളാഹു സൃഷ്ടിച്ച നൂറ് എന്നാണ് മുഹമ്മദിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പാടുന്നത്. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച പ്രകാശം നൂറാണ്. മുഹമ്മദ് മുസ്തഫ എപ്പോഴാണ് വന്നത്? 1400 ചില്ലാനും കൊല്ലം ആയിട്ടുള്ളൂ ഭൂമിക്ക് എത്തിയിട്ട്. അതിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഈ ഒരു വിഷയം കുറച്ചൊന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ നിർത്തുകയാണ്. അധികം സമയമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും ദൂരത്തുനിന്ന് കോഴിക്കോട് വരെയൊക്കെ വന്നിട്ട് ഇച്ചിരി അധികം പ്രസംഗം ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് മാത്രം ഞാൻ ഏതായാലും സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചൊരു സമയം നോക്കി തന്നെ ഞാനത് കൈകാര്യം ചെയ്യും. ഇതുവരെയും ചീട്ട് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ വേദാന്ത സ്വാമി ചീട്ട് എഴുതാൻ പറയുകയാണോന്നും എനിക്കറിയത്തില്ല.
ഞാൻ ഏതായാലും ചീട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ദൈവവിഷയത്തിൽ നമുക്ക് ഏകത്വത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ ആട്രിബ്യൂഷനെ കുറിച്ചോ നമുക്ക് വ്യത്യാസങ്ങളില്ല. മതങ്ങളുടെ ഇടയിൽ വ്യത്യാസമില്ല. ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നതാണ് മോശം. അങ്ങനെ വ്യത്യാസങ്ങളില്ല. രണ്ടാമത്, നമ്മുടെ സമ്പ്രദായ ഗുരുക്കന്മാരെ നമ്മൾ ഏറ്റവും പരമമായിട്ട് തന്നെ കാണണം. അത് യാതൊരു സംശയവുമില്ല. അവനവൻ്റെ ഗുരു തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു. അതിലപ്പുറത്തേക്ക് ആരും ചിന്തിക്കേണ്ട. അതിലപ്പുറത്തേക്ക് ചെയ്യുന്നത് വഴിമാറിപ്പോകലാണ്. അത് ഗുരുവ്രതത്തിനപ്പുറം വന്ന് പതിവ്രത എങ്ങനെയാണോ മറ്റൊരുത്തനെ ഭർത്താവ് ഉള്ളപ്പോൾ കയറ്റി ഭർത്താവിന് കൊടുക്കേണ്ടത് മാത്രം കൊടുക്കുന്നത്, അവനും കൂടി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വ്യഭിചാരിണി അല്ലെങ്കിൽ വ്യഭിചാരം, അതിൽ നിന്ന് ചരിച്ചവൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ പതിവ്രത എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഓരോ ഗുരുസമ്പ്രദായക്കാരനും ഗുരുവ്രതനാണ്. യേശുവിനെ സംബന്ധിച്ച് ഗുരുവ്രതം എടുത്തുള്ളവർക്ക് ഗുരുവായിട്ട് യേശു അല്ലാതെ പരമമായിട്ടുണ്ടാവാൻ പാടില്ല. റസൂലുള്ളാഹിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കൊന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. ശുഭാനന്ദാശ്രമത്തെ സംബന്ധിച്ചിടത്തോളം ശുഭാനന്ദ ഗുരുദേവ തിരുവടികളല്ലാതെ മറ്റൊരു സമ്പ്രദായത്തിലെ ഒന്നിനെയും ചിന്തിക്കരുത്. ഞാനൊരു സൂഫി കഥ കേട്ടിട്ടുണ്ട്. ഒരു ഗുരുവിനും 2 ഗുരുക്കന്മാരുണ്ടായിരുന്ന ഒരു വലിയ നഗരത്തിൻ്റെ 2 സൈഡിൽ അവർ വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ വരും, ഗുരുവും ശിഷ്യന്മാരെല്ലാം കൂടി. അപ്പോൾ ഈ ഗുരുവും ആ ഗുരുവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞ് അവരങ്ങനെ അങ്ങോട്ട് പോകും. അതിലൊരു ഗുരു പെട്ടെന്ന് മരിച്ചുപോയി, സമാധിയായി. അപ്പോൾ വീണ്ടും സമാധിയാകാത്ത ഗുരുവും ശിഷ്യന്മാരും വരും. ഇവിടുന്ന് ചില ശിഷ്യന്മാർ ഇവരെ കാണുമ്പോൾ പെട്ടെന്ന് അഭിവാദനം സലാം പറഞ്ഞിട്ട് തിരിഞ്ഞു നിൽക്കും. അവർ പോകുന്നവരെ തിരിഞ്ഞു നിൽക്കും. അവരെ മുഖത്തേക്ക് പിന്നെ നോക്കൂല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ഗുരുവിൻ്റെ ശിഷ്യന്മാർക്ക് ഇവന്മാരെന്താ നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞ് മൂടിട്ട് നിൽക്കുന്നത്? അപ്പോൾ ആ ഗുരു ചോദിച്ചു, നിങ്ങളെല്ലാം ചോദിച്ചോ ഇവിടെ എന്താ കാര്യം? അപ്പോൾ ഒരുത്തന് ഈ ചൊറിച്ചിൽ കുറച്ച് കൂടുതലായിരുന്നു. അവൻ ഒരുത്തനെ പിടിച്ചു നിർത്തി ചോദിച്ചു, എന്നാടാ ഞങ്ങളെ ഗുരുവിനെ കാണുമ്പോൾ പണ്ട് നീ നിൻ്റെ ഗുരു വന്ന സമയത്ത് സമാധിയാകുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പോയവരല്ലേ, ഇപ്പം എന്താ കാണുമ്പോൾ ഒരു തിരിഞ്ഞു നിൽക്കൽ? ആ ശിഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവിച്ചിരിക്കുന്ന അങ്ങയുടെ ഗുരുവിനെ കാണുമ്പോൾ ആ കൂട്ടത്തിൽ കൂടി ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എൻ്റെ മനസ്സെപ്പോഴും ഞാനിങ്ങനെ തിടുക്കാറുണ്ട്. ഞാനെങ്ങാനും നിങ്ങളുടെ ഗുരുവിൻ്റെ മുഖത്തേക്കെങ്ങാനും നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി പിന്നാലെ പോകും. ഞാൻ എൻ്റെ ഗുരുവിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഗുരു സമ്പ്രദായത്തിൽ തന്നെ നിൽക്കുന്നു. അതിൽ നിന്ന് വ്യഭിചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ടെംപ്റ്റേഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം പറഞ്ഞതിന് ശേഷം ദൈവമേ ഈ അവസ്ഥയിൽ നിന്ന് തന്നെ ഞാനൊരു വ്യഭിചാരിയാകരുതേ എന്ന് കരുതിയില്ല. അല്ലാതെ നിൻ്റെ ഗുരു മോശമായതുകൊണ്ടോ നിങ്ങൾ മോശമായതുകൊണ്ടല്ല, എൻ്റെ പ്രശ്നമാണ്. ഒന്ന് ആലോചിച്ചു, എത്രത്തോളം മനഃശുദ്ധിയാണ് അവർക്കൊക്കെ ഉള്ളത്. താൻ സ്വീകരിച്ച ഗുരുവും താൻ സ്വീകരിച്ച സമ്പ്രദായത്തോളവും മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ചാലൂടെ എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇൻഷുറൻസ് കമ്പനിക്കാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചേർത്താൻ നടക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യത. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, നമ്മുടെയൊക്കെ പരമഗുരുക്കന്മാർ അതാത് സമ്പ്രദായത്തിലെ പരമേഷ്ഠി ഗുരുക്കന്മാർ തന്നെ ആവട്ടെ. അത് യാതൊരു വ്യത്യാസവും വരുത്താൻ പാടില്ല. പുതിയതിലേക്ക് ആളെ ചേർത്താനും അത് കണ്ടറിഞ്ഞ് അവസാനം അവിടെ സർവീസ് പോരെങ്കിൽ വരട്ടെ, അത്രയേ ഉള്ളൂ. അതൊരു ഓപ്പൺ ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ സാധനം മാത്രമാണ്. മൂന്നാമത്തെ കാര്യം ഒന്ന് ആലോചിച്ചു. എല്ലാ മതങ്ങളും പറയുന്നൊരു കാര്യം, നിന്റെ അച്ഛനമ്മമാരെ നീ ബഹുമാനിക്കണം. നിന്റെ അച്ഛനമ്മമാരെ ബഹുമാനിക്കണം. മാതാപിതാ ഗുരു ദൈവം എന്ന ഓർഡറിലാണ് വേദത്തിൽ പറയുന്നത്. ഇതെവിടെയാണ് പറയുന്നത്? തൈത്തരീയോപനിഷത്തിൽ ഗുരു ശിഷ്യന്മാർക്ക് പഠനകാലം അവസാനിച്ചതിന് ശേഷം കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഒരു കൺവക്കേഷൻ സെറിമണി, ആ ഓർഡിനേഷൻ്റെ സമയത്ത്, ഇനീഷ്യേഷൻ്റെ സമയത്ത് കൊടുക്കുന്ന ഒരു ആദ്യത്തെ നിർദ്ദേശമാണ്. ശിക്ഷാവലി തുടങ്ങുന്നത് തന്നെ മാതൃദേവോ ഭവ പൃഥുദേവോ ഭവ. എന്നിട്ട് ആചാര്യനെയും അതിഥിനെയും ഒക്കെ ബാക്കിയുള്ളവരൊക്കെ പറയുന്നുള്ളൂ. മാതാവിനെയാണ് ആദ്യം പറയുന്നത്. അതിൽ ഒരു എല്ലാ സംസ്കാരങ്ങളും അങ്ങനെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു അനുചരം വന്ന് ചോദിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടതും ശുക്ർ കാണിക്കേണ്ടത് ആരോടാ എന്ന് ചോദിച്ചപ്പോൾ
റസൂലുള്ളാഹി പറഞ്ഞു അത്രേ നിന്റെ മാതാവിനോട്. അദ്ദേഹത്തിന് സന്തോഷമായി. ഇനി ആരോടാണ് അടുത്ത ചോദ്യം? റസൂലുള്ളാഹിയുടെ മറുപടി നിന്റെ മാതാവിനോട്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഇനി ആരോടാണ്? റസൂലുള്ളാഹിയുടെ മറുപടി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, നിന്റെ മാതാവിനോട്. 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും നിന്റെ മാതാവ്, നിന്റെ മാതാവ്, നിന്റെ മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവിന് എത്രത്തോളം ധന്യതയാണ്, പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. കുറേ നേരത്തെ മൗനത്തിന് ശേഷം ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദ്യം തിരുത്തി ചോദിച്ചപ്പോൾ നിന്റെ പിതാവിനോട് 4-ാം പ്രാവശ്യമാണ്. മാതാവാണ് സർവ്വ സംസ്കാരങ്ങൾ. കാരണം എന്താ? ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവിക്കുന്ന, ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കണ്ട, എൻ്റെ പെങ്ങൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ 1 വർഷം 1.5 വർഷം ആകുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ശിഷ്യൻ്റെ ഈ മോളും ഭാര്യയും പ്രസവിച്ച് അവരുടെയൊക്കെ ജീവിതം ഞാൻ കാണുകയാണ്. എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഒരു അമ്മ കുഞ്ഞിനെ ഒഴിവാക്കിയെടുക്കുന്നത്. പിന്നെ പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ പറ്റും. നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടത് നിൻ്റെ അപ്പനമ്മമാരെ ബഹുമാനിക്കുക എന്ന് പുതിയ നിയമവും മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പഴയ നിയമവും 10 കൽപ്പനയിൽപ്പെട്ടതാണ്. ഏത് മതമാണ് അച്ഛനും അമ്മയ്ക്കും പ്രാധാന്യം കൊടുക്കാത്തത്? എല്ലാ മതങ്ങളും. ഖുർആനിലൊരു ആയത്ത് തന്നെയുണ്ട്, നിന്റെ മാതാപിതാക്കളോട് ഛേ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കും. ഛേ, മാറി നിൽക്ക് തള്ളേ എന്ന് പറയാൻ പാടില്ല എന്ന് ഹദീസൊന്നുമല്ല, അത് ഖുർആനാണ്. അത് ഉസ്താദ് ഇവിടെ പറഞ്ഞു തരും. ഖുർആനിലെ വാചകമാണ്. അത് ചെയ്യുന്നില്ല എങ്കിൽ അവൻ മുസ്ലിം അല്ല എന്ന് ഞാൻ പറഞ്ഞു. മാതാവിനെ മുമ്പിൽ നോക്കി ആ തള്ളേനെ വിളിക്കുകയും മാറി നിൽക്കുകയെന്ന് പറയിച്ചേ എന്ന് പോലും പറയാൻ പാടില്ല ഒരു ഇസ്ലാം. അത് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു അധ്യായം തന്നെയാണ് മതങ്ങൾ. 4-ാമത്തത് എന്ന് പറയുന്നതാണ് പ്രാധാന്യമുള്ള അധ്യായം. അച്ഛനും ദൈവവും ഗുരുവും അല്ലെങ്കിൽ പ്രവാചകനും അതിനുശേഷം നിന്നെ മാതാപിതാക്കളും കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ലോകത്തോട് കടമ ചെയ്യേണ്ടത് സഹജീവികളോടാണ്. സഹജീവികളോട് നന്മ ചെയ്യാത്ത ഒരു മതവും മതമല്ല. ഞാൻ അതിനാദ്യമായി യേശുദേവൻ്റെ കാര്യം ഒന്ന് ഉദാഹരിക്കട്ടെ. യേശുദേവൻ ജീവിതത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാർ വന്നുകൊണ്ട് ചോദിച്ചു, ന്യായപ്രമാണങ്ങളെല്ലാം ചുരുക്കി പറയുകയാണെങ്കിൽ ദ എസൻസ് ഓഫ് ന്യായപ്രമാണം. യഹൂദന് ഒരുപാട് ന്യായപ്രമാണമുണ്ട്. അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് എല്ലാം കൂടി ഭയങ്കര വലിയ ശരീരത്താണ് യഹൂദൻ. യേശുവും ഒരു യഹൂദനായിരുന്നല്ലോ. അദ്ദേഹത്തോട് ചോദിച്ചു, റബ്ബി, നീ ഗുരുവല്ലേ, നീ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഏറ്റവും അതിൻ്റെ എസൻസായിട്ട് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവുണ്ട്, നീ പരിപൂർണ ഹൃദയത്തോടും പരിപൂർണ ആത്മാവോടും പരിപൂർണ മനസ്സോടും വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് ആൻഡ് മൈറ്റ്, നിന്റെ എല്ലാ സ്ട്രെങ്തോടുകൂടിയും നിന്റെ ശക്തിയോടുകൂടിയും, എന്താ പറയുക, അതിന് മലയാളമൊന്നുമില്ല. അതാണ് ഈ സ്ട്രെങ്ത് ആൻഡ് മൈറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ 2 പേരർത്ഥം. സർവ്വശക്തിയോടുകൂടി നിന്റെ ദൈവത്തിനെ ആരാധിക്കുക. അതായത് ദൈവത്തിനോടുള്ള തൗഫീക്ക്, ദൈവത്തിനോടുള്ള അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തുല്യമായൊരു കൽപ്പന കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞൊരു പുതിയ കൽപ്പന കൂടി ദൈവം യേശു അവിടെ തരികയാണ്. എന്താ പറയുന്നത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിനക്ക് തോന്നിയ പോലെ എന്നെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യാനിറ്റിയുടെ ടെസ്റ്റ് എന്ന് പറയുന്ന അവിടെയാണ്. ക്രിസ്ത്യാനിറ്റി ഒരു കോഴ്സാണെങ്കിൽ ആ കോഴ്സ് ജയിക്കണമെങ്കിൽ യേശു പറഞ്ഞ പരമപ്രധാനമായ കൽപ്പന ഇതാണ്, നിന്നെപ്പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. നീ 1 കിലോ അലുവ നിന്റെ വീട്ടിലേക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ 1 കിലോ അലുവ അടുത്ത വീട്ടിലും ആവശ്യമുണ്ടെങ്കിൽ അത് മേടിച്ചെങ്കിൽ നീ ക്രിസ്ത്യാനിയാകും. പോത്തിറച്ചി വരട്ടി വെച്ചിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ മറിയാമ്മച്ചേർത്തി വരുമ്പോൾ ഓരോ ശവം വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കുറച്ച് എടുത്ത് തിന്നുമായിരിക്കും, കൊടുക്കുമായിരിക്കും, നീ അങ്ങ് മാറ്റി വെച്ചേരും, പാദത്തിൻ്റെ അടിയിലോട്ട് വെച്ചേരും. ഐ വോണ്ട് കോൾ ദം, അത് ക്രിസ്ത്യാനിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറു നിറച്ചുണരുന്നെന്ന് പറയുന്ന മതത്തിൻ്റെ പ്രതിനിധിയാണ് ഉസ്താദ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഒരു വിധത്തിലുള്ള പട്ടിണി കിടക്കാൻ പാടില്ല. അത് വെറും മാമണ്ണാനുള്ള പട്ടിണി മാത്രമല്ല, അവൻ്റെ സർവ്വവിധ ദാരിദ്ര്യങ്ങളുടെയും ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണമെന്ന് പറയുന്ന അങ്ങനെയുള്ളവൻ അത് ചെയ്തില്ലെങ്കിൽ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഹീസ് നോട്ട് എ മുസ്ലിം. ഞാൻ പറഞ്ഞതല്ല, ഹദീസിലുള്ളതാണ്. ഇതൊന്നും ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. മാനവസേവ മാധവസേവയായി കാണാത്ത, നരസേവ നാരായണ സേവയായി കാണാത്ത, ജനസേവ ജനാർദ്ദന സേവയായി കാണാത്ത, ജീവസേവ ശിവസേവയായി കാണാൻ കഴിയാത്ത ഒരു ഹിന്ദുവിനും ഇവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് മാനവസേവ തന്നെയാണ് മാധവസേവ. ഈ അർത്ഥത്തിൽ മറ്റുള്ളവരുടെ ദുഃഖം തീർക്കാൻ നീ പരിശ്രമിക്കണം.
കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്ന ബൈബിൾ പറഞ്ഞു. യാക്കോബ് സ്ഥലം പറയാൻ, യേശുവിൻ്റെ ശിഷ്യനായ യാക്കോബ് പറയാൻ, ജെയിംസ്, ദ എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ്, കള്ളനാണെന്നാണ് ക്രിസ്തു അല്ലെങ്കിൽ പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അപ്പസ്തോലൻ പറയുന്നതാണ്, പരിശുദ്ധ സ്ലീഹ പറയുന്നതാണ്. ഹീസ് എ തീഫ് എന്നല്ല അതിൻ്റെ ഇംഗ്ലീഷ്, ഹീസ് എ ഫ്രോഡ് എന്നാണ്. ഫ്രോഡും തീഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് അറിയുന്നവർക്കറിയാം, തീഫ് കള്ളനാണ്, അവൻ ഫ്രോഡായിക്കൊള്ളുന്നില്ല. ഇതിപ്പോൾ പല കള്ളന്മാരും ഫ്രോഡാണ്, പലതും അടിച്ചുകൊണ്ട് പോയതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കള്ളനുമാണ്, ഫ്രോഡുമാണ്. ചില കള്ളന്മാരൊക്കെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മോട്ടിച്ചുകൊണ്ട് കിണ്ടിയും മൊന്തയും കൊണ്ട് അവരൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഹീസ് നോട്ട് എ ഫ്രോഡ്. പക്ഷേ യേശുവിൻ്റെ ശിഷ്യൻ പറയുന്നു, കാണപ്പെടുന്ന ദൈവത്തെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന ഈ സഹോദരനെ വെറുക്കുകയും ചെയ്യുന്ന ഈസ് എ ഫ്രോഡ്. അത്രയേ ഉള്ളൂ യേശുവിൻ്റെ പഠിപ്പിക്കൽ. എന്നിട്ട് പുള്ളി ഇങ്ങനെ വരും, ഈ ലാസ്റ്റ് ഡേ എന്നാണ് പറയുന്നത്. ഖിയാമത്ത് നാളിൽ ഈസാ നബി അലൈഹി സ്വലാം വരുമെന്നാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത്. യേശു വരുന്ന സമയത്ത് രണ്ട് പരിപാടികൾ. പള്ളി പണിതവരൊക്കെ മാറിയിട്ട്, ബിഷപ്പുമാരായവരൊക്കെ മാറിയിട്ട്, അച്ഛന്മാരൊക്കെ മാറിയിട്ട്, കന്യാസികൾ മാറിയിട്ട്, വിശ്വന്മാരായിട്ട് മാറിയിട്ട് പോരെ എന്നല്ല പറയുന്നത്. എനിക്ക് വിശന്നു, നീ ദാഹിക്കാൻ തന്നു, കുടിക്കാൻ തന്നു, വായോ. എനിക്ക് വിശന്നു, ഭക്ഷണം തന്നു, എനിക്ക് കുടിക്കാൻ തന്നു, നഗ്നനായപ്പോൾ ഉടുപ്പിച്ചു, കാരാഗ്രഹത്തിൽ വന്ന് എന്നെ കണ്ടു, എൻ്റെ കൂടെ നിന്നു, വായോ. അവർ ചോദിക്കുക, എപ്പോൾ? ഞാൻ നിങ്ങളെ അറിയത്തുപോലുമില്ല. അറിയൊന്നും വേണ്ട. ഈ എളിയ സഹോദരന്മാർക്ക് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. whatsoever you do to the least of my brothers and sisters that you do unto me. മറ്റവരോട് ചോദിക്കും. അപ്പോൾ അവരൊരു കർത്താവെ, നമ്മളെ മുമ്പേ പരിചയമുണ്ട്, നിൻ്റെ പേര് ഞങ്ങൾ പള്ളി വിടുന്നു, നിൻ്റെ പേര് ഞങ്ങൾ ദീക്ഷ എടുത്തു, നിൻ്റെ പേര് ഞങ്ങൾ ചൂടന പിന്നെ എന്താണ് രോഗസൗഖ്യം കൊടുത്തു, ഊമൻ വർത്താനം പറഞ്ഞു, കൂമൻ മൂളി, അല്ലെങ്കിൽ മരിച്ചവർ എഴുന്നേറ്റു, നിൻ്റെ പേര് ഞങ്ങൾ നിൻ്റെ മഹത്വം പ്രഘോഷിച്ചു, ലോകം കപ്പൽ കയറി കിടന്ന് ഞങ്ങൾ ലോകത്തിൻ്റെ അറ്റം വരെ. പുള്ളി പറയുന്നൊരു വാക്കുണ്ട്, എന്നെ എപ്പോഴും വേദനിപ്പിക്കുന്നൊരു വാക്ക്, ഐ നെവർ ന്യൂ യു. ഞാനൊരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞൊരു സമാധാനം ഉണ്ട്. എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കും. ഒരാൾ പിന്നെ ഞാൻ എന്നിപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് കൈ പിടിച്ചിട്ട് പറയാം, എന്നെ അറിയുമെന്ന് വെച്ചാൽ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ ആകെ ബന്ധപ്പെട്ടു പോയി. നേരെ വെച്ച് എവിടെയോ കണ്ട പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ പുതുക്കാം. യേശു വളരെ കറക്റ്റാണ്. ഐ നെവർ ന്യൂ യു. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇതാണ് ക്രിസ്ത്യാനി എല്ലാ മതങ്ങളുടെയും പ്രശ്നം. ഇതേ വിഷയം ഹദീസിൽ വരുന്നുണ്ട്. അവിടെ പിന്നെ യേശു അല്ല ഈ വിധി നടക്കുന്നത്. ജലാലായ റബ്ബ് തന്നെയാണ് വന്നിട്ട് ഇതേപോലെ രണ്ട് ഗ്രൂപ്പാക്കി മാറ്റും. വല നിൽക്കുന്നവരോട് വരാൻ പറയും, മറ്റവരോട് നരകത്ത് പോകാൻ പറയും. അപ്പം അവർ ചോദിക്കും, റബ്ബിൽ ആലമീനായ തമ്പുരാന്, നിനക്ക് വിശന്ന സമയം ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നീ ദൈവമല്ലേ, ദൈവത്തിന് വിശക്കുവോ? അപ്പോൾ പറഞ്ഞത് ഇവർക്കൊക്കെ വിശപ്പുണ്ടായിരുന്നു, കൊടുത്തില്ലല്ലോ. സോ ഗോ ടു ഹെൽ. അങ്ങനെയാണ് ഇംഗ്ലീഷുകാർ പറയാം, ഗോ ടു ഹെൽ. ഈ അവസാനത്തെ വിധി ഉച്ചാരണമാണ് ഗോ ടു ഹെൽ. അവിടെ രണ്ട് സാധനമുണ്ടോ? സഹോദരനെ സ്നേഹിച്ചോ? സാധനമുണ്ട്. സഹോദരനെ സ്നേഹിച്ചിട്ടില്ലേ? സാധനമില്ല. അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. 5ാമത്തെ വിഷയം കൂടി പറഞ്ഞ് ഞാൻ നിൽക്കുന്നു. ദൈവം, ഒരു മതം ചർച്ച ചെയ്യേണ്ടത് ദൈവത്തെക്കുറിച്ചാണ്, അതിൻ്റെ പ്രവാചകരെക്കുറിച്ചാണ്, അച്ഛനമ്മമാരെക്കുറിച്ചാണ്, സഹജീവികളോടുള്ള കാരുണ്യത്തെക്കുറിച്ചാണ്. 5 അഭിനവൻ്റെ ആത്മപോഷണത്തെക്കുറിച്ച് കൂടി മതങ്ങൾ പറഞ്ഞു കൊടുക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം, വ്യക്തിപരമായ ഗുരു സമ്പ്രദായങ്ങളിലൂടെയൊക്കെ പോയി ഈ പറയുന്ന മതങ്ങൾ എല്ലാം ഇൻഷുറൻസ് തരുന്നുണ്ടെങ്കിലും അവസാനത്തെ ശുദ്ധി എന്ന് പറയുന്നത് പൊതുജനനം. അത് ഈ പറയുന്നത് പോലെ നിക്കോദമോസ് എന്ന് പറയുന്ന പുരോഹിതന് കഴിഞ്ഞില്ല. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. നിക്കോദമോസ് തലയിൽ മുണ്ടിട്ടിട്ട് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ സ്വർഗരാജ്യം പ്രാപിക്കാൻ എന്ത് ചെയ്യണം, വീണ്ടും ജനനം അപ്പോൾ യേശു പറഞ്ഞു, ഒന്നുകൂടി ജനിക്കണമെന്ന്. അപ്പം എൻ്റെ അമ്മയൊക്കെ മരിച്ചുപോയി, ഇനി ഇത്രയും വയസ്സിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഗർഭപാത്രം കയറി. അദ്ദേഹത്തിന് ഈ വീണ്ടും ജനനം എന്നൊരു കോൺസെപ്റ്റ് അറിയില്ല. ഈ വീണ്ടും ജനനമാണ് ഓരോ മതങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവിടെയാണ് തസവൂഫിൻ്റെ വഴി, സൂഫി മാർഗം അവിടെയാണ്. ഇസ്ലാമായിട്ടൊക്കെ എത്രയും ജീവിക്കാം, പക്ഷെ ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നൊരു കാലഘട്ടം ഉണ്ടാവണം. നിങ്ങളൊക്കെ ആർത്ഥത്തിൽ എത്ര ഭാഗ്യവാന്മാരാണ്. ജീവിച്ചിരിക്കുന്ന ഒരു ജീവചൈതന്യം നിങ്ങൾക്കുണ്ട്. പല ശരീരത്തിലൂടെ അതേ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക.
അവിടെ അദ്ദേഹം ഇടുന്ന ഡ്രസ്സിൻ്റെ നിറവും കിരീടത്തിൻ്റെ വണ്ണവും മാലയുടെ പാളിച്ച് നോക്കി തെറ്റിപ്പോയി നിൽക്കുന്നവരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. മഹാമോശം എന്നല്ലാണ്ട് എന്താ പറയുക, ഒരു ഡ്രസ്സ് ഇട്ടാലെന്താ, കളർ ഇട്ടാലെന്താ, കളർ ഇട്ടില്ലെങ്കിലാണ്. നിങ്ങളുടെ അപ്പൻ വലിയ സൂട്ടും കൂട്ടും ഇട്ട് അമേരിക്കയിലെ വലിയ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇനി തോർത്തുകൊണ്ട് എടുക്കുന്നുള്ളൂ പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ അപ്പനാന്ന് വിളിക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? അപ്പനെ തോർത്തുകൊണ്ടും ഇതും വെച്ചിട്ടാണോ നിങ്ങൾ അളക്കുന്നത്? ഗുരുവിൻ്റെ ഇഷ്ടമാണെന്ത് ധരിക്കണ്ട എന്നുള്ളത്. അതിൻ്റെ പേരിലൊന്നും ആശ്രമം വിട്ടു പോകുന്നതിനൊന്നും ഈ തത്വമൊന്നും അറിയുന്നവരല്ലെന്ന്. അതുകൊണ്ട് ആത്മസംസ്കാരത്തിന് ഈ പൊതുജീവൻ പ്രാപിക്കാൻ നമുക്ക് എപ്പോഴും ഒരു ഗുരു ആവശ്യമാണ്. മരിച്ചതോ ജീവിച്ചിരിക്കുന്നോ ഒക്കെയായ ഗുരുക്കന്മാരെ സ്വീകരിച്ചുകൊണ്ട് ഈ 5 കാര്യങ്ങളെ മതം പഠിപ്പിക്കുന്നു. ഈ പറഞ്ഞ 5 കാര്യത്തിൽ നമുക്ക് തല്ലുകൂടാനിപ്പോൾ എന്താ ഉള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അധിക പ്രസംഗമാണെന്നറിയാം, എന്നിരുന്നാലും ഇത്രയെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഗുരുദേവൻ എനിക്ക് തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും 40 മിനിറ്റാകാൻ പോകും, 39, 41 ഇതാ നിർത്തുന്നു. ഇനി കൂടുതൽ നിങ്ങളെ ഞാൻ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. അവർക്കൊക്കെ സംസാരിക്കാനുള്ളതാണ്. എനിക്കാണെങ്കിൽ തിരിച്ചു പോവുകയും വേണം. അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ ഉടനെ ഞാനങ്ങ് ഇറങ്ങുകയാണ് എന്ന ഒരു അനുവാദം കൂടി എല്ലാവരോടും എടുത്തുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. എന്താ? ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. നമുക്ക് ഒന്നിച്ചു മുന്നേറാം, ഒന്നിച്ച് പലതിനെയും കരസ്ഥമാക്കാം. മാ വിദ്വിഷാവഹൈ. എന്തൊക്കെ പറഞ്ഞാലും അവസാനം വരും നമ്മൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. ഗുരുവും ശിഷ്യനും പഠിപ്പിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ് ഖുർആനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ദൈവമേ, ഞങ്ങളിൽ നിന്നൊരു നല്ല സ്വാലിഹായിട്ടുള്ള അമലായി സ്വീകരിക്കണം. എന്താ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ആരായിട്ട് വിളിക്കപ്പെടുക? അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈ ഒരു അർഹത മതി. അല്ലാണ്ട് സാമ്പ്രദായിക ഇൻസ്റ്റിറ്റ്യൂഷൻ മതത്തിലെ അല്ലെങ്കിൽ ഇൻഷുറൻസ് മതത്തിൽ ഒരു സ്ഥാനവും വേണ്ടിയില്ല. ഈ പറയുന്ന പോലെയൊക്കെയുള്ളത് മാത്രം മതി. ഇതൊരു സ്വാലിഹായിട്ടുള്ള അമലായിട്ട് മാറണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇങ്ങനെ എന്നെ പരിഗണിച്ചതിൽ, എന്നെ വിളിക്കാൻ കാണിച്ച ആ സന്തോഷത്തിലും ആ മഹാ മനസ്കതയിലുമൊക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.